ഫ്രണ്ട്സ്, മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം കേരളം നിർമ്മിക്കുന്ന മെഗാ കാർ പദ്ധതിയെ തുടർന്ന് തമിഴ്നാട് 1886 പാട്ടകരാർ പറഞ്ഞുകൊണ്ട് ആ സ്ഥലം തങ്ങളുടേതാണെന്നുള്ള അവകാശം ഉന്നയിച്ചിരുന്നു. അതേ തുടർന്ന് പക്ഷേ സർവേ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ആ സ്ഥലം കേരളത്തിൻ്റെതാണെന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ തമിഴ്നാടിൻ്റെ ആ ഒരു വാദം സുപ്രീം കോടതി തള്ളിയിരുന്നു. ഇതേ തുടർന്ന് കേരളം 138 വർഷമായിട്ടുള്ള ഈ ഒരു പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കാൻ വേണ്ടി സുപ്രീം കോടതിയോട് അപേക്ഷ നൽകിയിരുന്നു. ഇതേ തുടർന്ന് 138 വർഷം പഴക്കമുള്ള പാട്ടക്കരാർ പുനഃപരിശോധിക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു പുനഃപരിശോധന ഈ മാസം 30-ന് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും. അതിന് നമുക്ക് അനുകൂലമായൊരു റിപ്പോർട്ട് തന്നെ ഉണ്ടാവട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ട് 2006-ലും 2014-ലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടി വരെ ആക്കാമെന്നായിരുന്നു. അതിനുശേഷമാണ് 2018-ലെ മഹാപ്രളയം സംഭവിക്കുന്നത്. ആ പ്രളയത്തിന് ശേഷം കേരളത്തിന്റെ ആവശ്യപ്രകാരം സുപ്രീം കോടതി മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 139 അടിയിൽ കൂടാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം വെച്ചിരുന്നു. ഇന്നത്തെ ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ 128.2 അടിയാണ്. അപ്പോൾ അതിനുശേഷം 139 അടിയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ 2021-ലെ ഡാം സുരക്ഷാ നിയമപ്രകാരം 2026-ലാണ് ഇനി അടുത്ത പുനഃപരിശോധന, അതായത് ഡാം സുരക്ഷിതമാണെന്ന് പരിശോധിക്കേണ്ട വർഷം പറഞ്ഞിരുന്നത്. തമിഴ്നാടിൻ്റെ ആവശ്യം അതായിരുന്നു. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ ആവശ്യപ്രകാരം തമിഴ്നാടിൻ്റെ ആ ഒരു വാദം സുപ്രീം കോടതി തള്ളിയതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത് 2025-ലേക്ക്, അതായത് സുപ്രീം കോടതി പറഞ്ഞനുസരിച്ച് 12 മാസത്തിനകം പരിശോധിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ 2026 എന്നുള്ളത് 2025-ലേക്ക് ഒരു വർഷം ഒന്ന് മുന്നിലേക്കായി. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ച് കൊടുത്തിട്ടില്ല. അത് നമുക്ക് അനുകൂലമാവണം. കാരണം നമ്മളെല്ലാവരും പേടിച്ചും ഭയന്നും ഇരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മുല്ലപ്പെരിയാർ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ഒരു വാർത്ത കണ്ടത്. സുരക്ഷ, അതായത് കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട്. അവരൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ അവർക്ക് അങ്ങനെ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ലെന്ന് പറഞ്ഞ റിപ്പോർട്ട്. അവർ ബേബി ഡാം സന്ദർശിച്ചു, എല്ലാം സന്ദർശിച്ചു, അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാഴ്ചയിൽ തോന്നിയില്ല എന്ന് പറഞ്ഞതെല്ലാം നമ്മൾക്ക് വളരെ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. കാരണം 130 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം സുർക്കിയിൽ പണിതു എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ കാഴ്ചയിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞത് കാഴ്ചയിലല്ലല്ലോ പ്രശ്നം പറയേണ്ടത്. എന്താണെങ്കിലും മെയിനായിട്ടുള്ള റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അതിന് നമ്മുടെയൊക്കെ ആശങ്ക മാറ്റാൻ വേണ്ടി അത്യാവശ്യം ജലനിരപ്പ് ഒന്ന് കുറക്കാനുള്ളൊരു കാര്യമെങ്കിലും ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലതാണെന്ന്. അപ്പോൾ ഈ മാസം 30-ാം തീയതി വരുന്ന റിപ്പോർട്ട് പ്രകാരം പാട്ടക്കരാർ സാധുത പരിശോധിച്ചിട്ട് അതാണല്ലോ അവർക്കുള്ളൊരു വേഗ പിടിവള്ളി. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഇപ്പോഴും ആ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്ന് സുപ്രീം കോടതി നമുക്ക് അനുകൂലമായൊരു വിധി തന്നെ വരണമെന്ന് മനസ്സൊരുക്കി തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും, ഞാൻ മാത്രമല്ല, എനിക്കറിയാം എല്ലാ മലയാളികളുടെയും പ്രാർത്ഥന അത് തന്നെ ആയിരിക്കണം. കാരണം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സുപ്രീം കോടതിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു തീരുമാനം ഇനിയും ആ പാട്ടക്കരാർ തുടർന്നുകൊണ്ട് പോകാനാണോ, അതല്ലെങ്കിൽ അതിന് ഇത്രയും വർഷം പഴക്കമുള്ള 138 വർഷം പഴക്കമായിട്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാട്ടക്കരാർ ഇനിയും തുടർന്നുകൊണ്ട് പോകും എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വിധി ഈ മാസം 30-ന് തന്നെ ഉണ്ടാവും. 2025-ൽ കൊടുക്കേണ്ട റിപ്പോർട്ടിൽ അണക്കെട്ടിന്റെ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷണൽ സുരക്ഷ ഇതെല്ലാം നോക്കിയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനിയും മാസങ്ങളുണ്ട്. ഇനിയും 11 മാസം കഴിഞ്ഞാലാണ് ആ റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വിധിയാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത്. ഇനി ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ നമ്മൾ അറിയാൻ പോകുന്ന ആ ഒരു വിധി, പാട്ടക്കരാറിൻ്റെ ഒരു കാര്യം, അതെന്താണെന്നുള്ളൊരു ആകാംക്ഷ തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. അതുപോലെ 50 വർഷം കഴിഞ്ഞ് ഇടുക്കി ഡാമിലെ ജലസംഭരണ ശേഷി 67.31% ജലം ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾക്ക് എന്താ പറയുക, മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുല്ലപ്പെരിയാർ സുർഗിൽ പണിതു, അതുപോലെ ഇത്രയും വർഷം 130 വർഷം പഴക്കമുള്ള ഒരു ഡാം, അത്രയും പഴക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ഒരു കാലാവധിയുണ്ട്. മനുഷ്യനിർമ്മിതമായ എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വീട് വെച്ച് തന്നെ ഒരുപാട് വർഷം പഴകിയ വീടാണെങ്കിൽ അത് പഴകിയ വീടെന്നല്ലേ പറയുള്ളൂ. അല്ലാണ്ട് കുറേ വർഷം പഴക്കമുണ്ടെങ്കിലും അത് അടിപൊളി വീടാണ് എന്ന് ആരും പറയില്ല. പഴകിയ വീടാണ്, അത് പൊളിച്ച് കളയണം അല്ലെങ്കിൽ അത് വേറെ വീട് വെക്കണം എന്നുള്ളൊരു തീരുമാനമില്ല. അപ്പോൾ അതുപോലെ മനുഷ്യനിർമ്മിതമായ എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ്. പിന്നെ സുർക്കിയിൽ പണിതുകൊണ്ട് മാത്രം അതിങ്ങനെ കുറേ വർഷം നിൽക്കും, അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റി ഡാമാണ് എന്നൊക്കെ പറയുന്നത് ഇതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. എന്ത് ഗ്രാവിറ്റി ഡാം ആണെങ്കിലും അത് ജലം സംഭരിച്ച് വെക്കുന്നതാണ്. പിരമിഡിൻ്റെ കുറേ ഉദാഹരണങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്.
ഇതൊക്കെ നമ്മൾ എത്ര ഉദാഹരണങ്ങൾ പറഞ്ഞാലും പിരമിഡ് പോലെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും വെള്ളമാണ് അതിൻ്റെ അകത്ത് കെട്ടി നിർത്തിയിരിക്കുന്നത്. ആ ഒരു വസ്തുത ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലപ്പഴക്കം ചേർന്നത് എന്താണെങ്കിലും നമ്മളുടെ ജീവന് ഭീഷണിയായിട്ടുള്ളതാണെങ്കിൽ, അത് ഡീകമ്മീഷൻ ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ആളുകളുടെ ജീവനോളം വിലയില്ല മറ്റൊന്നിനും എന്നുള്ളൊരു സത്യം കൂടി തിരിച്ചറിയുക. പിന്നെ സുറുക്കിയിൽ പണിതെന്ന് പറഞ്ഞ 70ഓളം വർഷം പഴക്കമുള്ള തുംഗഭദ്ര അണക്കെട്ട് 1.5 മാസമായിട്ടുണ്ടാവും തകർന്നത്. അപ്പൊ അവിടെ ഒന്നും ആ ഡാമിന്റെ അടുത്തൊന്നും തന്നെ ജനവാസ മേഖല അല്ലാതിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. എന്നാൽ ആ മറ്റുള്ള ഗ്രാമങ്ങളിലേക്കെല്ലാം ആ ഒരു പ്രളയം ബാധിച്ചു. പക്ഷെ നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ കേസിൽ അങ്ങനെയല്ല. മുല്ലപ്പെരിയാർ അവിടെ എല്ലാം തന്നെ ജനവാസ മേഖലയാണ്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം, ചെറിയൊരു ലീക്കിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ തന്നെ അത് ഒരുപാട് ആൾക്കാരെ എഫക്റ്റ് ചെയ്യും. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കണം. പല കാര്യങ്ങളും നമ്മളൊന്നും അറിയാത്തതുപോലെ നമ്മൾ പല രാഷ്ട്രീയ ഇതെല്ലാം കൂട്ടിക്കലർത്തി സംസാരങ്ങൾ, അങ്ങനെയുള്ള സംസാരങ്ങൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒഴിവാക്കുക. കാരണം കേരളത്തെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ കൊണ്ട് ഞാൻ നോക്കിയിട്ട് യാതൊരു ഗുണവുമില്ല. ഒരുപാട് ആൾക്കാർ പേടിച്ചും ഭീതിയിലും കഴിയുന്നതല്ലാതെ നമ്മൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. പിന്നെ നമ്മൾക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾക്ക് മറ്റുള്ളൊരു സംസ്ഥാനക്കാർക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടെങ്കിൽ അവരുടെ ഗുണം തകർക്കാൻ വേണ്ടിയല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാവി തലമുറയ്ക്കും കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കേരളത്തിൻ്റെയും സുരക്ഷിതത്വത്തിന് വേണ്ടി തീർച്ചയായിട്ടും അത് ഡീകമ്മീഷൻ ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ 30-ാം തീയതി വിധി ഞാൻ കാത്തിരിക്കുകയാണ്. എന്താണ് സുപ്രീം കോടതി പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം തമിഴ്നാട് ഏതറ്റം വരെയും പോകും, അത് ഉറപ്പാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ. കാരണം ജോൺ പെനിക്കാണ് മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയത്. അദ്ദേഹം ദൈവത്തെ പോലെയാണ് ആരാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദിവസം അവിടെ പൊതു അവധി പോലും കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കത് ദൈവമാണ്. കാരണം 5 ഗ്രാമങ്ങളിലേക്കുള്ള കുടിവെള്ള സ്രോതസ്, അതുപോലെ അവർക്ക് കൃഷിയുടെ ആവശ്യം, പിന്നെ അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് ഇതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണുള്ളത്. പക്ഷെ നമ്മൾക്ക് ലാഭം പോയിട്ട് നമ്മൾ അതുകൊണ്ട് അനുഭവിക്കുന്ന ദുരിതങ്ങൾ, നമ്മൾ പേടിച്ച് കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ ബ്രിട്ടീഷുകാർ പണിത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിഡ്ഢികൾ എന്നേ പറയാൻ പറ്റൂ. കാരണം നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും ഇത് ബ്രിട്ടീഷുകാർ പണിത എത്ര ഡാമുകൾ എവിടെയൊക്കെ തകർന്നിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുന്നത്? നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെ വന്ന്, ഇപ്പോൾ ഈ വീഡിയോയിൽ താഴെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെ വന്ന് പല കമൻറ്റുകൾ ഇടും. അപ്പോൾ ഞാൻ ഓർക്കണം അവരുടെയൊക്കെ മനസ്സ്. ഞാൻ എല്ലാ വീഡിയോയിലും ഞാനിത് പറയുന്നതാണ്, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറയുന്നിടത്തോളം കാലം മുല്ലപ്പെരിയാറിന് സപ്പോർട്ട് ചെയ്ത് പൊട്ടില്ല, തകരില്ല, അതിങ്ങനെ നിൽക്കും, ഗ്രാവിറ്റി ഡാമാണ് എന്ന് പറയുന്നിടത്തോളം കാലം എനിക്കും ഇത് പറഞ്ഞേ പറ്റൂ. കാരണം എൻ്റെ നാടിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ കേരളത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ സുരക്ഷയെ ഓർത്തിട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരിക്കലും ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാം നിങ്ങൾ എക്സ്പയറി ഡേറ്റ്, നിങ്ങൾ എന്തിനാണ് കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്തിന് എക്സ്പയറി ഡേറ്റ് നോക്കുന്നു? ഇതിപ്പോൾ ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്, അവരുണ്ടാക്കിയതല്ലേ, നിങ്ങൾ എന്തിന് എക്സ്പയറി ഡേറ്റ് നോക്കുന്നു? നിങ്ങൾക്ക് ഇത് ധൈര്യമായി വാങ്ങിച്ച് ഉപയോഗിച്ചൂടെ? ധൈര്യമായി അത് വാങ്ങിച്ച് കഴിച്ചുകൂടെ? അങ്ങനെയാണോ? അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ എക്സ്പയറി ഡേറ്റ് നോക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ. പക്ഷെ മുല്ലപ്പെരിയാർ പറയുമ്പോൾ മാത്രം അത് ആണുങ്ങൾ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഓർക്കുമ്പോൾ ശരിയാ വരുന്നത്. ഒരിക്കലും പൊട്ടില്ല, പിന്നെ സുർക്കിയിൽ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ എത്ര ഡാമുകൾ സുർക്കിയിൽ ഉണ്ടാക്കിയത് തകർന്നിരിക്കുന്നു, പൊട്ടിപ്പോയിരിക്കുന്നു. ബ്രിട്ടീഷുകാർ പറഞ്ഞത് എത്ര ഡാം പൊട്ടിയിരിക്കുന്നു. എന്നിട്ടും ഇങ്ങനെ പറയുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ബിസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെയൊക്കെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. പക്ഷെ മനസ്സിലാവില്ല, അവരുടെ തലയിൽ അത് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഇടുക്കി ഡാം, അതായത് മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി ഡാം തടഞ്ഞു നിർത്തും എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ചെളിയും വെള്ളവും പിന്നെ മരങ്ങളും ബിൽഡിങ്ങുകളും അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ ഈ 67% ഇപ്പം തന്നെ ഉണ്ട്. അവരെപ്പോഴും 67% അതിൽ ജലം നിർത്തുന്നത്. അപ്പോൾ 67% ആ ഒരു ഡാമിൻ്റെ മാക്സിമം 67% വെള്ളമുള്ളപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ്? അതുപോലെ കുളമാവ് അണക്കെട്ട്, അതൊക്കെ ശോചനീയമായ അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അണക്കെട്ടുകളൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ഇത്രയും വെള്ളം ഇടുക്കിയിൽ വന്നാൽ ഇടുക്കി എങ്ങനെ താങ്ങുമെന്നുള്ളത് എൻ്റെ ഇപ്പോഴും ഒരു സംശയം തന്നെയാണ്. അപ്പോൾ പലരും കമൻറ്റ് ഇട്ടു ഇടുക്കി താങ്ങുമെന്ന്. അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. കാരണം എൻ്റെ സംശയം മാത്രമല്ല, ഒരുപാട് ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് സംശയമുണ്ട്. ഇടുക്കി താങ്ങുമോ? 50 വർഷം പഴക്കമായ ഒരു ഡാമിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു 50 വർഷമൊക്കെയാണ്. അപ്പോൾ ഈ 50 വർഷത്തോളം പഴക്കത്തിൽ നിൽക്കുന്ന ഇടുക്കി ഡാം, 67% വെള്ളമായി നിൽക്കുന്ന ഡാം, ഇത്രയും കാര്യങ്ങൾ വന്നാൽ താങ്ങുമെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ അത് കമൻറ്റൊക്കെ.
അപ്പോൾ നിങ്ങളത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും, ഒരുപാട് ജനങ്ങളിലേക്ക് അതെത്തും. അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇടുക്കി ഡാമും നിങ്ങളുടെ വിശ്വാസം ഓക്കെ, ഈ മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയുള്ള ജനങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അപ്പോൾ അവരുടെ ജീവൻ ഒരു സുരക്ഷ വേണ്ട, അവിടെ എന്ത് സംഭവിച്ചോട്ടെ എന്നോ. മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയും എത്രയോ ജനവാസ മേഖലയാണ്, എത്രയോ ജനങ്ങൾ പാർക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലും പ്രശ്നമില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്തായാലും നമ്മൾക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്കതും ബുദ്ധിമുട്ടാണ്. ഇനി ഇടുക്കി അഥവാ താങ്ങിയാലും ബാക്കിയുള്ള ആൾക്കാർ രക്ഷപ്പെട്ടാലും ഇതിനിടയിൽ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അപ്പോൾ അതൊക്കെ ഒരു ചോദ്യചിഹ്നമല്ലേ? അതൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? എന്താണെങ്കിലും മുല്ലപ്പെരിയാർ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യും. താങ്ക് യു സോ മച്ച്.